അങ്ങനെ ഏഷ്യൻ വൻകരയുടെ ചെറു ക്രിക്കറ്റ് പൂരം ഇങ്ങനെ കൊടിയേറി ആവേശത്തിലേക്ക് എത്തുകയാണ്. ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിൻ്റെ ആവേശത്തിലേക്ക് എത്തുമ്പോൾ അത് പാരമ്യത്തിലെത്തുമെന്ന് പറയാതെ വയ്യ. പക്ഷേ അപ്പോഴും അതിനൊക്കെ മുമ്പ് തന്നെ ഏഷ്യ കപ്പിൽ ഇന്ത്യ ആദ്യ മത്സരം കളിക്കുന്നത് UAEക്കെതിരെയാണല്ലോ. UAEക്കെതിരെ ഇന്ത്യ മത്സരം കളിക്കാൻ ഇറങ്ങുന്നു. പിന്നീടുള്ള ചെറിയ ടീമുകൾക്കെതിരെ കളിക്കുമ്പോഴൊക്കെ ഇന്ത്യയുടെ കോമ്പിനേഷൻ എന്തായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. എന്തായിരിക്കും ഇന്ത്യ കരുതി വയ്ക്കുക? പ്രത്യേകിച്ചും ലോകകപ്പാണ് വരാൻ പോകുന്നത്. അടുത്ത വർഷം ആദ്യം ലോകകപ്പിലേക്ക് 2020 ലോകകപ്പിലേക്ക് കടക്കണം. അപ്പോൾ ഏറ്റവും പ്രഥമ ലക്ഷ്യം എന്താണ്? സെറ്റായ ഒരു ടീമിനെ നിർത്തുക, വാർത്തെടുക്കുക. അതിലും യുവതാരങ്ങൾക്ക് അവസരം കൂടുതൽ നൽകിയാൽ അത്ഭുതപ്പെടേണ്ടതുമില്ല. അപ്പോൾ ആ ഒരു സാഹചര്യം മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു പരീക്ഷണശാലയായിരിക്കും ഏഷ്യ കപ്പ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മികച്ച ഫോമിലുള്ള ഒരുപാട് താരങ്ങൾ ഇന്ത്യൻ ടീമിലുണ്ട്. അവിടെ ഇപ്പോൾ നമ്മൾ പരാതിപ്പെടും, സഞ്ജു സാംസൺ അവസരം കിട്ടുന്നില്ല, അല്ലെങ്കിൽ ശുഭ്മാൻ ഗില്ലിനെ ഇപ്പോൾ ടീമിലേക്ക് കൊണ്ടുവരണമായിരുന്നോ എന്നൊക്കെ. പക്ഷേ അതിനേക്കാൾ ഉപരിയായി വരാൻ പോകുന്ന 2020 ലോകകപ്പ്, ലോക ചാമ്പ്യന്മാരാണ്, ലോകകപ്പ് നിലനിർത്തണം, ആ ഒരു ബാധ്യത കൂടിയുണ്ട്, അല്ലെങ്കിൽ അതൊരു അഭിമാന പോരാട്ടമാണ്. ആ ഒരു പ്രശ്നം നിലനിൽക്കെയാണ് ഇന്ത്യ ഏഷ്യ കപ്പിന് ഇറങ്ങുന്നത്. ഏഷ്യ കപ്പിൽ ഇന്ത്യയുടെ സാധ്യതകൾ, ഇന്ത്യയുടെ പ്രധാന പ്രതീക്ഷകൾ എന്തൊക്കെയായിരിക്കും? എങ്ങനെയായിരിക്കും ടീം കോമ്പിനേഷൻ? നമ്മൾ ഏറ്റവും ഒടുവിൽ ചാമ്പ്യൻസ് ട്രോഫിയിലാണ് ദുബായിൽ ഇന്ത്യ കളിക്കുന്നത്. അന്ന് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ കളിക്കുമ്പോൾ ഇന്ത്യ 4 സ്പിന്നർമാരുമായിട്ടാണ് കളിച്ചത്. പക്ഷേ കാലാവസ്ഥയിൽ മാറ്റമുണ്ടെന്ന് മാത്രമല്ല, ഇപ്പോൾ ഉപയോഗിക്കുന്ന പിച്ചിലും വലിയ വ്യത്യാസമുണ്ട്. അന്നത്തെ അത്രയും ഉപയോഗിച്ച ഒരു പിച്ചല്ല ഇത്തവണത്തേത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്പ്രീത് ബുംറ ഉറപ്പായും പേസ് ബോളർ ടീമിലുണ്ട്. ജസ്പ്രീത് ബുംറയ്ക്ക് കൂട്ടിന് ഒരു പേസറെ കൂടി നൽകി പരീക്ഷിക്കാനാണ് സാധ്യത. മാത്രമല്ല, അക്സർ പട്ടേൽ എന്ന സ്പിന്നറെ ഒഴിവാക്കില്ല. കാരണം അദ്ദേഹം നൽകുന്ന ഒരു ബാറ്റിംഗ് കരുത്തുണ്ടല്ലോ, ആ ബാറ്റിംഗ് കരുത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഉറപ്പിക്കാം ശുഭ്മാൻ ഗില്ല് ഉപനായകനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആദ്യ 11-ലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓപ്പണറായ ശുഭ്മാൻ ഗിൽ തന്നെ എത്താനാണ് സാധ്യത. കൂടെ അഭിഷേക് ശർമ്മയും. 1 ഡൗണിലാണ് നമ്മൾ പ്രതീക്ഷ വെക്കുന്നത്. അവിടെ സഞ്ജു സാംസൺ ഉണ്ടാകുമോ എന്നുള്ളതാണ്. പക്ഷേ തിലക് വർമ്മയുടെ ഫോം നമുക്കറിയാം. തിലക് വർമ്മ ഏറ്റവും കൂടുതൽ ഫോമിലേക്ക് എത്തുന്ന പൊസിഷനും അതാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ തിലക് വർമ്മയെ മാറ്റി നിർത്തിയിട്ട് സഞ്ജു അവിടെ കളിക്കട്ടെ, 3-ാം നമ്പറിൽ കളിക്കട്ടെ എന്നുള്ള തീരുമാനം ടീം മാനേജ്മെൻറ്റ് എടുക്കുമോ എന്നൊക്കെ കാത്തിരുന്നതിനെ കാണണം. ഒരുപാട് പേർ സഞ്ജുവിന് പിന്തുണയുമായി എത്തുന്നുണ്ട്. ഒരുപാട് പേർ ഇന്ത്യൻ ടീമിൻ്റെ കോമ്പിനേഷനിൽ വലിയ ചർച്ചകൾ നടത്തുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ 4 സ്പിന്നർമാർ വേണമോ എന്നുള്ളതാണ്. ഈ 4 സ്പിന്നർമാർ ഇപ്പോഴത്തെ ദുബായിലെ കാലാവസ്ഥയുടെ സാഹചര്യത്തിൽ വേണമെന്ന് തോന്നുന്നില്ല. 4 സ്പിന്നർമാർക്ക് ഉപരിയായിട്ട് ഒരു 2 പേസ് ബോളർമാരും 2 സ്പിന്നർമാരുമായി പരീക്ഷിക്കാവുന്നതാണ് തോന്നുന്നു. പ്രത്യേകിച്ചും ആദ്യ മത്സരത്തിലെങ്കിലും ജസ്പ്രീത് ബുംറ എന്ന ഇന്ത്യയുടെ എക്കാലത്തെ ലോകത്തെ തന്നെ ഏറ്റവും മികച്ച ബോളർ ടീമിലുള്ളപ്പോൾ എന്തിനെത്ര ഭയക്കണം? ഇന്ത്യക്ക് കൂടുതൽ പരീക്ഷണങ്ങൾക്കുള്ള സാധ്യത തുറന്നു കിടക്കുകയല്ലേ. ഇനി വിക്കറ്റ് കീപ്പറായിട്ട് ആരായിരിക്കും എന്നുള്ളതാണ് അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം. അവിടെ ജിതേഷ് ശർമ്മയ്ക്ക് കൂടുതൽ തവണ നെറ്റ്സിൽ പരിശീലനം നൽകി എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുമ്പോൾ അല്പം ചങ്കിടിപ്പുണ്ട് മലയാളി ആരാധകർക്ക്, പ്രത്യേകിച്ചും സഞ്ജു സാംസൺ ആരാധകർക്ക്. ഇങ്ങനെയൊക്കെയാണെങ്കിൽ പോലും ഇന്ത്യയാണ് ഏറ്റവും കരുത്തർ. ഇന്ത്യ ഏറ്റവും കരുത്തുള്ള ടീമാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഏറ്റവും ഒടുവിൽ UAEയുമായിട്ട് ഇന്ത്യ ഏറ്റുമുട്ടിയത് അത് 2016-ലാണ്. അന്ന് മഹേന്ദ്ര സിംഗ് ധോണി നയിച്ച ഇന്ത്യൻ ടീം ഏഷ്യ കപ്പിൽ കളിക്കുന്നു. ഇതേ ടൂർണമെൻറ്റ് തന്നെ. അന്ന് ഇന്ത്യ 9 വിക്കറ്റിൻ്റെ അനായാസ ജയമാണ് സ്വന്തമാക്കിയത്. പക്ഷേ അതൊരു മറ്റൊരു തലമുറയായിരുന്നു. അന്ന് മാൻ ഓഫ് ദ മാച്ച് ആയത് രോഹിത് ശർമ്മയാണ്. ആ താരങ്ങളൊന്നുമില്ല ഈ ടീമിൽ അന്ന് കളിച്ചവരിൽ തുച്ഛം ആളുകൾ മാത്രമാണ്. ജസ്പ്രീത് ബുംറ ഉൾപ്പെടെയുള്ള വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ഈ ടീമിലുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വളരെ യങ് ആയിട്ടുള്ള, വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള, വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു സംഘത്തെ വാർത്തെടുക്കുന്ന ഒരു പണിപ്പുരയിലാണ് ഇന്ത്യൻ ടീമും BCCIയും മാനേജ്മെൻറ്റും ഒക്കെ. അപ്പോൾ ഗൗതം ഗംഭീറും സംഘവും തീരുമാനിക്കുന്നത് എന്താണ് എന്നുള്ളത് ഉറ്റുനോക്കുകയാണ്. ടോസിന് തൊട്ട് മുമ്പ് മാത്രമേ എന്താണ് തീരുമാനമെന്ന് പറയാൻ കഴിയൂ എന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ അപ്പോഴും ഇന്ത്യ ആഗ്രഹിക്കുന്ന ഒരു കുതിപ്പുണ്ടല്ലോ. നമ്മൾ ഏതൊരു ഇൻഡിവിജ്വൽ പ്ലെയറിൻ്റെ ആരാധക വൃന്ദം എന്നുള്ളതൊക്കെ മാറ്റി നിർത്തി ഇന്ത്യൻ ടീമിൻ്റെ ടോട്ടാലിറ്റിയെ നോക്കാം. ഇന്ത്യൻ ടീം ടോട്ടാലിറ്റി നോക്കുമ്പോൾ IPL പ്രകടനങ്ങൾ, അല്ലെങ്കിൽ ആഭ്യന്തര ക്രിക്കറ്റിലെ പ്രകടനങ്ങൾ, സമീപകാല ഫോമൊക്കെ നോക്കുമ്പോൾ ഏറ്റവും മികച്ച സംഘത്തെ തിരഞ്ഞെടുക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. ടീം സെലക്ഷനിലും ആ വലിയ ഒരു വീറും വാശിയും ഒക്കെ നമ്മൾ കണ്ടതാണല്ലോ. കാരണം ആരെ ഒഴിവാക്കും, ആരെ മാറ്റി നിർത്തും, ആരെ സൈഡ് ലൈൻ ചെയ്യും? ഇന്ത്യയുടെ സൈഡ് ബെഞ്ചിൽ നോക്കിയാൽ 2 ടീമിനെ ഇറക്കാനുള്ള ശേഷിയുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ ടീമിൽ ഉൾപ്പെടാത്ത എത്രയോ പേർ പുറത്ത് കാത്തു നിൽക്കുന്നു ഇന്ത്യൻ ടീമിലെ അവസരത്തിനായി. ഏറ്റവും മികച്ച സംഘത്തെ തന്നെ ഇന്ത്യ ഇന്ന് കളത്തിറക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്താണെങ്കിലും ഏഷ്യ കപ്പിൻ്റെ അങ്ങനെ ആവേശത്തിലേക്ക് ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരും കടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതുവരെയും 2020 മത്സരത്തിൽ ഇന്ത്യയും UAEയും ആകെ ഒരു തവണ മാത്രമാണ് ഏറ്റുമുട്ടിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ UAEക്ക് അവകാശപ്പെടാനൊന്നുമില്ല. ഇനി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 2020 ലോകകപ്പ് ഇന്ത്യ ചാമ്പ്യന്മാരായ ആ ടൂർണമെൻറ്റിൻ്റെ തുടക്കം മുതൽ ഇങ്ങോട്ട്
27 മത്സരങ്ങളാണ് കളിച്ചത്. അതിൽ 24 എണ്ണത്തിൽ ഇന്ത്യ ജയിച്ചു എന്നുള്ളതാണ്. 3 മത്സരത്തിൽ മാത്രമാണ് തോൽവി നേരിട്ടത്. അപ്പോൾ അതുകൊണ്ട് ഫോമിൻ്റെ കാര്യത്തിൽ ഇന്ത്യ എത്രയോ മുകളിലാണ്. ഒരിക്കലും UAEക്ക് എത്തിപ്പിടിക്കാൻ കഴിയുമെന്ന് കരുതുക പോലും പ്രയാസകരമാണ്. പക്ഷേ 2020 ആണല്ലോ. 2020യിൽ എന്തും സാധ്യമാണ്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ചില മത്സരങ്ങളുണ്ടെങ്കിൽ അതിലൊന്നാണ് 2020. അപ്പോൾ അതുകൊണ്ട് തന്നെ ആവേശത്തോടുകൂടി കാത്തിരിക്കാം ഇന്ത്യ UAE മത്സരത്തിനായി. ജസ്പ്രീത് ബുംറയ്ക്കൊപ്പം ആരായിരിക്കും പേസ് ബോളർ, സ്പിന്നർമാരെ ആരൊക്കെ ഉണ്ടാകും, ഓപ്പണർ ആരായിരിക്കും, തേർഡ് നമ്പറിൽ 1 ഡൗൺ ആയിട്ട് ആരായിരിക്കും, ഇതൊക്കെയാണ് കാത്തിരുന്ന് അറിയേണ്ടത്. ഇനി 6-7 പൊസിഷനിലേക്കൊക്കെ ഒരു അവസരം നമ്മുടെ മലയാളി താരത്തിന് നൽകുമോ, ഇതൊക്കെയാണ് കാത്തിരിക്കേണ്ടത്. എന്താണെങ്കിലും സൂര്യകുമാർ യാദവും ശുഭ്മാൻ ഗില്ലും മുന്നിൽ നിന്ന് നയിക്കുന്ന ഈ സംഘത്തിൻ്റെ പ്രകടനം അത് ഗംഭീരമായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഫൈനലും പ്രതീക്ഷിക്കുന്നു. ഫൈനൽ ഇന്ത്യ എത്തുമെന്ന് നമുക്ക് ആഗ്രഹിക്കുകയും ഉറപ്പിക്കുകയും ചെയ്യാം. എല്ലാവിധ ആശംസകളും നേരാം ഇന്ത്യൻ സംഘത്തിന്.